ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സൈബർ ക്രൈംസ് എന്നൊരു ഭാഗമാണ്. അപ്പോൾ എന്താണ് സൈബർ ക്രൈം എന്ന് നോക്കാം. സൈബർ ക്രൈംസ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ക്രൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിത്ത് ദ പർപ്പസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. കമ്പ്യൂട്ടറിനെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ ഫങ്ഷനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ക്രൈമിനെയാണ് നമ്മൾ സൈബർ ക്രൈം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ സൈബർ ക്രൈംസ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ക്രൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടറിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും സഹായത്തോടു കൂടെ നടപ്പിലാക്കുന്ന ക്രൈമുകളാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. The extent of loss involved worldwide of cybercrime is tremendous, as it is estimated that 500 million people who use the internet can be affected by the emergence of cybercrimes. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഏകദേശം 500 മില്യൺ ആളുകൾ സൈബർ ക്രൈംസിന് വിധേയരായിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശ കണക്കെന്ന് പറയുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് ഇൻവോൾവ് വേൾഡ് വൈഡ് ഓഫ് സൈബർ ക്രൈംസ്. ലോകമെമ്പാടുമുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ സൈബർ ക്രൈംസിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് 500 മില്യൺ പീപ്പിൾസാണ്. ഹൂ യൂസ് ദ ഇൻ്റർനെറ്റ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ ദ എമർജൻസ് ഓഫ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 500 മില്യൺ ആളുകൾക്കാണ്. സോ സൈബർ ക്രൈംസ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ക്രൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിത്ത് ദ പർപ്പസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. കമ്പ്യൂട്ടറിൻ്റെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ ഫങ്ഷനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ക്രൈമുകളാണ് സൈബർ ക്രൈം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സൈബർ ക്രൈംസ് മുഖാന്തരമുള്ള എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് 500 മില്യൺ പീപ്പിൾസ് ആണ് സൈബർ ക്രൈംസിൻ്റെ ട്രമൻഡസ് ലോസ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നൊരു ടേമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. എന്താണ് ഫയർവാൾ എന്ന് നോക്കാം. ഇൻ കമ്പ്യൂട്ടർ എ ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് സെക്യൂരിറ്റി റൂൾസ്. മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടുള്ള സെക്യൂരിറ്റി റൂളുകൾ അനുസരിച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഇൻകമിംഗ് നെറ്റ്വർക്ക് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റത്തിനെയാണ് ഫയർവാൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. A firewall typically establishes a barrier between a trusted network and an untrusted network such as the internet. ഇൻ്റർനെറ്റ് എന്നൊരു ട്രസ്റ്റഡ് നെറ്റ്വർക്കിനും ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു നെറ്റ്വർക്കിനും അൺട്രസ്റ്റഡ് നെറ്റ്വർക്കിനും ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബരിയറാണ് ഫയർവാൾ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടറിലെ ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് സെക്യൂരിറ്റി റൂൾസ്. മുൻകൂട്ടി തീരുമാനിച്ചുള്ള സെക്യൂരിറ്റി റൂൾസ് പ്രകാരം ഒരു കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റത്തിനെയാണ് ഫയർവാൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എ ഫയർവാൾ ടിപ്പിക്കലി എസ്റ്റാബ്ലിഷസ് എ ബരിയർ ബിറ്റ്വീൻ എ ട്രസ്റ്റഡ് നെറ്റ്വർക്ക് ആൻഡ് എൻ അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക് സച്ച് ആസ് ദ ഇൻ്റർനെറ്റ്. ഒരു ട്രസ്റ്റഡ് നെറ്റ്വർക്കിനും ഒരു അൺട്രസ്റ്റഡ് നെറ്റ്വർക്കിനും ഇടയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബരിയറാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ഒരു ടേമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എന്ന് പറയുന്നത്. എന്താണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് നോക്കാം. എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓർ ലാൻ ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഇൻ്റർകണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ സച്ച് ആസ് എ റെസിഡൻസ്, സ്കൂൾ, ലബോറട്ടറി, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഓർ ഓഫീസ് ബിൽഡിംഗ്. അതായത് ഒരു ലിമിറ്റഡ് ഏരിയയിൽ കമ്പ്യൂട്ടറിനെ ഇൻ്റർകണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആകാം? റെസിഡൻസ് ആകാം, സ്കൂളാകാം, ലബോറട്ടറി ആകാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആകാം, അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിംഗ് ആകാം. ഇങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ഏരിയയിലെ കമ്പ്യൂട്ടേഴ്സിനെ ഇൻ്റർകണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഇൻ്റർകണക്ട്സ് ദ കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ. ഒരു ലിമിറ്റഡ് ഏരിയയിൽ കമ്പ്യൂട്ടറിനെ ഇൻ്റർകണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതൊരു റെസിഡൻസ് ആകാം, സ്കൂളാകാം, ലബോറട്ടറി ആകാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആകാം, അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിങ്ങുകളോ ആകാം. നെക്സ്റ്റ് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് വാൻ എന്ന് നോക്കാം.
A wide area network is a telecommunication network that extends over a large geographical area for the primary purpose of computer networking. Computer networking എന്ന പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. വാൻ ആർ ഓഫൻ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ലീസ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ സംബന്ധിക്കുന്ന സ്വാഭാവികമായിട്ടും ലീസ്ഡ് ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആണ് ഇതുള്ളത്. അതായത് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ എ വാൻ ഈസ് എ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് that extends over a large geographical area for the primary purpose of computer networking. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് ലീസ് ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടുകൾ മാത്രമാണ് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. എന്താണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് നോക്കാം. A virtual private network extends a private network across a public network and enables the users to send and receive the data across shared or public networks as if their computing devices were directly connected to the private network. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കും ഒരു പബ്ലിക് നെറ്റ്വർക്കും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക്ഡ് നെറ്റ്വർക്കാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. A VPN extends a private network across a public network and enables the users to send and receive the data across shared or public networks as if their computing devices were directly connected to the private network. അതായത് ഓരോരുത്തരുടെയും കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്നുള്ളത് പ്രൈവറ്റ് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ട് യൂസേഴ്സിന് ഡേറ്റ അക്രോസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് സിസ്റ്റമാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. A virtual private network extends a private network across a public network and enables the users to send and receive the data across shared or public network as if their computing devices were directly connected to the private network. നെക്സ്റ്റ് പറയുന്നതാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക്. വാൻ എന്ന് പറയുന്നത് എന്താണ് വാൻ എന്ന് നോക്കാം. എ വാൻ ഈസ് എ പ്രൈവറ്റ് ഹോസ്റ്റഡ് സർവീസ് ദാറ്റ് പ്രൊവൈഡ്സ് കമ്പനീസ് വിത്ത് എ സെക്യൂർ വേ ടു സെൻഡ് ആൻഡ് ഷെയർ ഡാറ്റ വിത്ത് ഇറ്റ്സ് കൗണ്ടർ പാർട്ടീസ്. കമ്പനിക്ക് അതിൻ്റെ കൗണ്ടർ പാർട്ടീസുമായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും സെൻഡ് ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഒരു പ്രൈവറ്റ് ഹോസ്റ്റഡ് സർവീസാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൗണ്ടർ പാർട്ടീസുമായിട്ട് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൈവറ്റ് ഹോസ്റ്റഡ് സർവീസാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് ഈസ് എ പ്രൈവറ്റ് ഹോസ്റ്റഡ് സർവീസ് ദാറ്റ് പ്രൊവൈഡ്സ് ദ കമ്പനീസ് വിത്ത് എ സെക്യൂർ വേ ടു സെൻഡ് ആൻഡ് ഷെയർ ദ ഡാറ്റ വിത്ത് ഇറ്റ്സ് കൗണ്ടർ പാർട്ടീസ്. കമ്പനിക്ക് അതിൻ്റെ കൗണ്ടർ പാർട്ടീസിന് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനും സെക്യൂർ വേയിൽ കൂടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്റ്റഡ് സർവീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്കാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. The WAN accomplishes this by acting as an intermediary between business partners that share standards based or proprietary data. അതായത് ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ വാൻ എന്ന് പറയുന്നത്. ബിസിനസ് പാർട്ട്ണർമാർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഇൻഫർമേഷൻസ് പ്രൊപ്രൈറ്ററി ആയിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So value added network is a private hosted service that provides companies with a secure way to send and share data with its counterparties. ഒരു കമ്പനിക്ക് അതിൻ്റെ കൗണ്ടർ പാർട്ടീസിന് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹോസ്റ്റഡ് പ്രൈവറ്റ് സർവീസാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. The WAN accomplishes this by acting as an intermediary between business partners. ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഷെയർ ദ സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓർ പ്രൊപ്രൈറ്ററി ഡേറ്റ. പ്രൊപ്രൈറ്ററി ഡേറ്റ അല്ലെങ്കിൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സുകൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ് വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫയർവാൾ എന്താണെന്ന് പറഞ്ഞു, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പറഞ്ഞു, വൈഡ് ഏരിയ നെറ്റ്വർക്ക് പറഞ്ഞു, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പറഞ്ഞു, വാല്യൂ ആഡഡ് നെറ്റ്വർക്ക് എന്താണെന്നും പറഞ്ഞു, പിന്നെ സൈബർ ക്രൈം എന്താണെന്നും പറഞ്ഞു. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ
ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.